നമസ്കാരം കൂട്ടുകാരെ, തുങ്കേശാണ് പുളികാപ്പൻ. കൂട്ടുകാരെ, ഞാനിപ്പോൾ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കല്യാണം, അതിൻ്റെ കല്യാണം ഇന്നാണ്. ആലപ്പുഴ ഉടുപ്പി ക്ഷേത്രം എന്ന് പറയും, ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. കോടതിയുടെ അടുത്താണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കല്യാണ ചടങ്ങിനോട് അനുബന്ധിച്ച് ഞാൻ വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. ഇപ്പോൾ ആൾക്കാരെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ആൾക്കാരെല്ലാം നിറഞ്ഞ് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പം ദാ കാണുന്നതാണ് ഉടുപ്പി ശ്രീകൃഷ്ണ കല്യാണ മണ്ഡപം. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, തുങ്കേശാണ് പുളികാപ്പൻ. അപ്പോൾ കൂട്ടുകാരെ, ഞാനിന്ന് ഒന്ന് കല്യാണത്തിന് പോയിരുന്നു. അതിനുശേഷം കച്ചവടത്തിൽ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ ഗുരുനാഥയുടെ ആങ്ങളുടെ മകൻ്റെ കല്യാണമായിരുന്നു. ആ റിസപ്ഷൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി. അതുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ആ കല്യാണത്തിന് പോയതിൻ്റെ കുറച്ച് വീഡിയോയും കൂട്ടുകാർക്ക് വേണ്ടി ഒരു പഴയ ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു 3-4 വരിയും കൂടെ ഞാൻ ആലപിക്കുകയാണ്. ആ പാട്ട് കൊള്ളാമെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യുമല്ലോ അല്ലേ? ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല, എങ്കിലും ഒന്ന് ആഗ്രഹം കൊണ്ട് പാടുകയാണ്. അപ്പോൾ കൊള്ളാമെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഓണപ്പാട്ടിലേക്ക് പോവുകയാണ് കേട്ടാ. പോവാം. അപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടി ഒരു പഴയ ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു 3-4 വരി ഞാനൊന്ന് പാടുകയാണ്. അതൊന്നുമല്ല, ആഗ്രഹം കൊണ്ട് പാടിയതാണ്. പാട്ട് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണാം. എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന നല്ലവരായ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുങ്കേശ് പുളികാപ്പൻ. നാളെ കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ടാറ്റ.